ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം. ഇത് പറയാൻ ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീരെ പെർഫെക്റ്റ് ഒന്നുമല്ല. എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും തെറ്റൊക്കെ വരാറുണ്ട് കേട്ടോ. എന്നാലും ഈ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യവും പ്രവർത്തിക്കുന്ന കാര്യവും തമ്മിൽ പലപ്പോഴും മിസ്മാച്ച് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം പക്ഷെ പ്രവർത്തിച്ച് വരുമ്പോൾ അത് വേറെ രീതിയിലാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇതുപോലെ ഒരു സ്പീച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ടോക്ക് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷണലൊക്കെ ആയിട്ട് പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രവൃത്തി കാണുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ പറയുന്ന ആൾക്ക് ഈ പറഞ്ഞ കാര്യവും പ്രവർത്തിക്കുന്ന അയാളുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയും. പക്ഷേ ആ വ്യക്തിയുടെ വീട്ടിലിപ്പോൾ നമ്മൾ യാദൃശ്യവശാൽ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ആ വ്യക്തി ചിലപ്പോൾ 12 മണി വരെ കിടന്നുറങ്ങുന്ന വ്യക്തിയായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ. ഞാൻ അങ്ങനെ ആരെയൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാലും ഞാൻ പറയാം, നമ്മൾ പ്രവർത്തിക്കുന്നതൊന്ന്, പറയുന്നത് മറ്റൊന്ന്. അങ്ങനെ ആകരുത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി സ്പിരിച്വലി ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരേപോലെ പോകണം. കാരണം നമ്മുടെ നാവിനെയും നമ്മളുടെ ചിന്തയിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേപോലെ പോയാലാണ് നമുക്ക് ശരിക്കും അതൊരു വിശുദ്ധി എന്ന് പറയാൻ പറ്റുള്ളൂ. അതും ഒരു ആത്മീയതയുടെ ഭാഗമാണ്. നമ്മൾ പറയുന്നത് ഒന്ന് പക്ഷെ പ്രവർത്തിക്കുന്ന മറ്റൊന്നാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം അങ്ങനെ ഒരു ആൾ ചെയ്യുന്നത് കണ്ടു എന്ന് വെച്ചിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പം ഞാനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളങ്ങനെ നമ്മൾ ചോദിക്കണം, എന്താ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണല്ലോ പക്ഷെ പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണല്ലോ. നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. പക്ഷെ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ ഒരച്ഛൻ വന്നു. ആ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ചോദ്യം ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾക്ക് അതൊരു ഗിഫ്റ്റാണ്, അതൊരു ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റാണ്. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവരുത്. നമ്മൾ ചോദിക്കണം. ഇല്ലെങ്കിൽ അതൊരു